ഇപ്പൊ നമ്മൾ കുറച്ച് വണ്ടി ചെയ്തിട്ട് കുറച്ച് ആയില്ലേ? ടൂറിസ്റ്റ് ബസ് എവിടേക്ക് പോണതാ? തിരുവല്ല പോണ റോഡാണ്. തിരുവല്ലാന്ന് കിട്ടിയില്ല, തിരുവല്ല പോണ റോഡാണ്. വണ്ടി നല്ല സുഖമാണ് ഓടിയാൽ. ഐലൻഡ് എപ്പോഴും നല്ലൊരു ഫീലാണ്, ഫീൽ ഗുഡ് വണ്ടിയാണ്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. നമുക്ക് മറ്റേ വണ്ടിയാണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ കൂട്ടത്തിൽ ജസ്റ്റ് ഇത് വണ്ടിയും കാണിച്ചു തന്നു മാത്രമാണ്. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോളൂ അവിടെ ചേട്ടാ. നമ്മുടെ ചേട്ടന്മാരെ എടുത്തേറണേ ലൈലിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു യൂണിറ്റ് നമുക്ക് കുറച്ച് ബാക്കിലേക്ക് ആക്കി വെക്കണം എന്നത്. കാരണം വെച്ചാൽ എപ്പോഴും ഒരു ഇത് ഫ്രണ്ടിൽ ഇത് ഒന്നാമത്തെ ഡ്രൈവറുടെ സീറ്റ് ഇതിൻ്റെ താഴെ ഇരിക്കണം, ഭയങ്കര ചൂട് ആൾക്കുണ്ടാവും. അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ? ഇട്ടതാണല്ലേ? ഓക്കെ. നമസ്കാരം, വണ്ടിമച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കരയിലാണ്, ചെട്ടുകുളങ്ങര നമ്മുടെ നാട്ടിലാണ്. പുറകിൽ കാണുന്നതാണ് നമ്മുടെ ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പം ഞാനിവിടെ നമ്മുടെ ഭരണിക്കൊക്കെ വന്നിട്ട് തൊഴുതിട്ടുണ്ട് കേട്ടോ. അല്ലാതെയും വന്ന് തൊഴാറുണ്ട്, എപ്പോഴും വന്ന് തൊഴുന്നൊരു ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ നമ്മുടെ തിരുസന്നിധിയിലാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. മലപ്പുറം ഏരിയയിൽ ഏറനാട് എന്നും അതുപോലെ തന്നെ ഒറ്റപ്പാലം ഭാഗം ഷൊർണൂർ ഏരിയനൊക്കെ വള്ളുവനാട് എന്നും വിളിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് മാവേലിക്കര ചുറ്റുകുളങ്ങര ഭാഗത്തിന് ഒരു പേരുണ്ട്, ഓണാട്ടുകര എന്നാണ് കേട്ടോ ഈ ഒരു നാട്ടിനെ വിളിക്കാറുള്ളത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക, ചുറ്റുകുളങ്ങര ഭരണിവേല ഭയങ്കര പ്രശസ്തമാണ്, നിങ്ങൾക്ക് അറിയാലോ. ശ്രുതി ട്രാവൽസിന്റെ വേറൊരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ, അതൊന്നും ഇതിന്റെ കൂട്ടത്തിലൊന്ന് കാട്ടിത്തരാം. ഇത് വേഗ ഡിസൈനിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാൻ. ഞാൻ ഇതും സ്പെഷ്യലായിട്ട് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ തീരെ വയ്യാതെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കാട്ടിത്തരാം. ഇതാണ് അവരുടെ കൂട്ടുവണ്ടി. ഇത് നല്ലൊരു വണ്ടിയാണ് കേട്ടോ, വേഗ മോഡലിലെ വണ്ടിയാണ്, AC വണ്ടി തന്നെയാണ്. ഇത് സൈഡ് AC ആണു അല്ലേ? അതാണ്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട് കേട്ടോ. ഒരു അടിപൊളി വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും അപ്പുറത്തൂടി ഒന്ന് കാട്ടിത്തരാം. ഈ വണ്ടിയുടെ സൈഡിൽ ഇതുപോലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലുള്ളൊരു ഹുക്ക് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അധികം വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതൊരു ഭംഗിക്ക് വെക്കുന്നതാണ്. അന്നപൂർണേശ്വരി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. നമുക്ക് മറ്റേ വണ്ടിയാണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ കൂട്ടത്തിൽ ജസ്റ്റ് ഇത് വണ്ടിയും കാണിച്ചു തന്നു മാത്രം കേട്ടോ. അപ്പോൾ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ വന്നേക്കണത്. നന്നായിരിക്കുന്നുണ്ട്, വേഗ മോഡൽ വണ്ടിയാണിത്. വേഗ നന്നായിരിക്കുന്നുണ്ട് അല്ലേ കാണാനൊക്കെ ആയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കളറ് കോഡ് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടി ഇങ്ങോട്ട് സെറ്റായിട്ട് ഇങ്ങനെ കിടക്കും ഇവനൊക്കെ. അപ്പോൾ നല്ല ചൂടാണ്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വണ്ടി, ശ്രുതി ട്രാവൽസ്. അപ്പോൾ ഇത് ചെട്ടിക്കുളങ്ങരയിലുള്ള ഒരു വണ്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ക്ലീഷേ ഡയലോഗുകളൊന്നും പറയുന്നില്ല, എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പിന്നെ വേറെ എന്താ പറയുക നമ്മൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വരികയാണെങ്കിൽ സ്ഥിരമായിട്ട് പ്രകാശിൽ വരുന്ന ആ കൗള് കാര്യങ്ങളൊക്കെയാണ് അതിലും വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വലിയ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റോയൽ ഹൈനസ് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഗണപതിയുടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് റോയൽ റീഎഡിഷനോ എന്താ റെഡംഷൻ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഡംഷൻ, ദ റോയൽ റിഡംഷൻ അല്ലേ, റിഡംഷൻ എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പ്രകാശിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് കരേജ്. പിന്നെ ഇത് നോക്കിയേ, ഒരു കണ്ണിൻ്റെ ഒരു ചിഹ്നം കൊടുത്തേക്കുന്നുണ്ടോ, ഈ കണ്ണിന് പുറമെ വേറൊരു കണ്ണല്ലേ. അപ്പോൾ ഇതുപോലെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ DRL പോയിക്കണില്ലേ, പ്രകാശ് ZS പ്ലസ് എന്ന് കൊണ്ട് സ്റ്റിക്കർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സംഗീതമാണ് ഇതിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം ചെയ്തേക്കണം, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഓവറോൾ ഇത്രയ്ക്കൊക്കെയാണ് എന്താ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുത്ത് പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പോൾ ഓവറോൾ നമ്മൾ സ്ഥിരം ഇതിന് മുന്നേ കുറേ വണ്ടികൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ ചെയ്തിട്ടുള്ള അതേ മോഡൽ വണ്ടി തന്നെയാണ് ഇതും. അപ്പോൾ നമുക്കിത് കൂടുതലൊന്നും പറയാനില്ല. കാരണം എനിക്ക് ഈ ഒരു സെഡസ്റ്റർ എല്ലാം ഇഷ്ടമാണ് കേട്ടോ. സെഡോൺ മോഡലിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന മോഡൽ ഇതാണല്ലോ. അപ്പോൾ ഈ ഒരു മോഡലിൽ ശരിക്കും പറഞ്ഞാൽ സെറ്റാണിത്. നമുക്ക് നല്ലൊരു അഴക് തോന്നുന്നൊരു വണ്ടിയാണ്. മുകളിലായിട്ട് അന്നപൂർണേശ്വരി എന്ന് കൊടുത്തിട്ടുണ്ട്, 2 ഒരു LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, 2 മിറർ, വലിയ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് മിററുടെ കാര്യം പറയുമ്പോൾ ചിലർക്ക് പിടിക്കുന്നില്ല, നമ്മൾ സ്ഥിരം കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇത് മുന്നേ ആണെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിന് ലൈറ്റ് സൗണ്ടൊക്കെ കാണിക്കാനുണ്ട്. ഇപ്പോൾ ഒന്നും ഇല്ലാത്തതിനും പ്രത്യേകിച്ച് പറയാനും ചെയ്യാനൊന്നും കാണിക്കാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ പറയാനും പറ്റുള്ളൂ. 2 വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹണികോം ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈൻ, ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഡിസൈൻസാണ് താഴെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ബമ്പറിൻ്റെ അവിടെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാനുള്ളത്. കൂടുതൽ അധികം ആൾട്രേഷൻ ചെയ്തിട്ട് വൃത്തികേടാക്കിയിട്ടില്ല ഈ വണ്ടി, അത് ഒരു സമാധാനം. ചില ആൾക്കാർ ഒരുപാട് ആൾട്രേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃത്തികേടാക്കും. അപ്പോൾ ഇതിനെ അങ്ങനെ വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല, നന്നായിരിക്കുന്നുണ്ട് വണ്ടി, കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുണ്ട് സൈഡ് കാഴ്ചകളൊക്കെ. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കളർ കോഡിൻ്റെ ആ കളർ നേരത്തെ ഈ വണ്ടിയുടെ മറ്റേ സാധനം അടിച്ചിട്ടില്ലേ, അതുപോലെ ലൈൻ അടിച്ചിട്ടില്ല ഇതിന്. ആ ലൈനില്ലാത്ത മതി. വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ലൈന് ഈ അരപ്പട്ട വൃത്തികേടാണ്. വൈറ്റ് വണ്ടി അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ വേണ്ട വണ്ടി പെയിൻ്റ് അടിച്ചാലും വിഷയമില്ല. അപ്പോൾ ജീസസിൻ്റെ ഒക്കെ അടിച്ചിട്ടില്ല, അതുപോലെ IC ഒക്കെ ചെയ്തിട്ടില്ല. അതുപോലെ ഇത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വൈറ്റ് മാത്രം, വൈറ്റ് കുഴപ്പമില്ല, സ്റ്റാൻഡേർഡാണ് വൈറ്റ്. പക്ഷേ ഈ അരപ്പട്ട മാത്രം ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഈ വണ്ടിക്ക് അരപ്പട്ട ഇല്ല കേട്ടോ, അത് ലൈന് വരച്ചിട്ടില്ല. അതുകൊണ്ട് കാണാൻ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഒതുക്കുണ്ട് വണ്ടി. ഞാൻ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. ഏതാണ് ഇതിൻ്റെ എയർ ക്ലീനർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എയർ ഫിൽറ്ററാണ് കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം എപ്പോഴും ലൈലിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു യൂണിറ്റ് നമുക്ക് കുറച്ച് ബാക്കിലേക്ക് ആക്കി വെക്കണം എന്നത്. കാരണം വെച്ചാൽ എപ്പോഴും ഒരു ഇത് ഫ്രണ്ടിൽ ഇത് ഒന്നാമത്തെ ഡ്രൈവറുടെ സീറ്റ് ഇതിൻ്റെ താഴെ ഇരിക്കണം, ഭയങ്കര ചൂട് ആൾക്കുണ്ടാവും. പിന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് 5-6 ലക്ഷം രൂപ ആ യൂണിറ്റിന് വരെയുള്ളതാണ്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒരു ലൈലിൻ്റെ ചെയ്ത ഒരു ഇതാണ്. എന്തായാലും കുഴപ്പമില്ല. സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. മുകളിൽ ശ്രുതി സിൻസ് 1989 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റോയൽ ഹൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രുതിയുടെ ഒരു ബാഡ്ജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സിൻസ് 1989 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവർ 35 വർഷത്തെ സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. പിന്നെ അതിൻ്റെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് തരാം. 195/80/22.5 പ്രകാശിൻ്റെ ഒരു വീൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ് എന്ന് പറയും ചിലവർ. ഫ്രണ്ട് മറ്റേ ലീഫാണ്, വേവ്ലറിൻ്റെയാണ്. സസ്പെൻഷനും കാര്യങ്ങളും ബാക്ക് എയർ സസ്പെൻഷനും ആയിരിക്കും ഈ വണ്ടി, ആയിരിക്കും നല്ലതാണ്. പിന്നെ AC വണ്ടിയാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെയുണ്ട് സൈഡിൽ നിന്നുള്ള അതിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. AC എന്നൊക്കെ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ കർട്ടൻസൊക്കെ നമുക്ക് ഒരു സ്റ്റിക്കർ ലൈറ്റായിട്ട് എന്തൊരു ടിൻ്റെ ഗ്ലാസ് പോലെ തോന്നണം കേട്ടോ. ആ ഒരു മുകളിലുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ ടിൻ്റെ ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ബാക്കിൽ വന്നിരിക്കുകയാണ്. ബാക്കിൽ വരികയാണെങ്കിൽ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ കാണണം കേട്ടോ. അപ്പോഴേക്ക് സെറ്റ് ആരോ ഓൺ ചെയ്തു, അതിൻ്റെ ഇടയിൽ സെറ്റിൻ്റെ ഒരു സൗണ്ട് കയറി വന്നേ കേട്ടോ. ഇത് നമ്മൾ റോട്ടിലിട്ടിട്ടാണ് വീഡിയോ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളിവിടെ ഈ ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ ഉണ്ടല്ലോ, ആ കാണുന്നതാണ് ചെട്ടുകുളങ്ങര ഭൗതി ക്ഷേത്രം. അപ്പോൾ അതിനുള്ള ആ ഒരു 50 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. അതിൻ്റെ അവിടെ ഇട്ടിട്ടാണ്, ആ റോട്ടിലിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അവരുടെ ഷെഡും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇനിയിപ്പോൾ ചെട്ടുകുളങ്ങര അമ്പലത്തിൽ ഇപ്പോൾ നമ്മുടെ പാർസാരി ചെയ്തപ്പോൾ ആറന്മുള പാർസാരതിയുടെ അവിടെ വള്ളസദ്യക്ക് പോകാനായിട്ട് ആളായി. അപ്പോൾ ഇതാ ചെട്ടുകുളങ്ങരയിൽ ഇപ്പോൾ ഇതാ ഇവരുമായിട്ട് പരിചയമായി. കാരണം ഇനിയിപ്പോൾ നമുക്ക് ചെട്ടുകുളങ്ങര വരികയാണെങ്കിലും നമുക്കൊരു പരിചയമായി ഇവിടെ. അപ്പോൾ അത് നന്നായി എന്തായാലും. അപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണ്, ഞാൻ അവരൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ബാക്കിൽ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു റിഫ്ലക്ടർ ലൈറ്റ് പോയിട്ടുണ്ട്. ശ്രുതി ട്രാവൽസ് എന്നിട്ട് കാണാൻ സാധിക്കും. പിന്നെ ചെട്ടുകുളങ്ങര, മാവേലിക്കര. പിന്നെ ഈ നമ്പർ എഴുതി എടുത്തോളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്പറാണ് അവരുടെ നമ്പർ. അപ്പോൾ ഇതിലാരെങ്കിലും വാട്സപ്പ് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ വിളിച്ച് പോകാമല്ലോ. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ഇപ്പോൾ വരുന്ന പ്രകാശിൻ്റെ ഈ റെക്റ്റാങ്കിൾ ടൈപ്പ്, സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഷേപ്പിലാണല്ലോ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് വന്നിട്ടുള്ളത്. ആ ടെയിൽ ലാംപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. KL 29 X48 88 അതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. ഓവറോൾ ബാക്കിൽ നിന്ന് ഒന്ന് നീട്ടി കാട്ടിത്തരാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വരണേ.
മുകളിൽ സൈഡിലായിട്ടൊരു കോണി കൊടുത്തിട്ടുണ്ട്, ഹാഫ് കോണി, ബാക്കി കോണീൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഡിക്കി സ്പേസ്, ലഗേജ്, ബൂട്ട് സ്പേസ് ഒന്നും ഞാൻ തുറന്ന് കാണിക്കണില്ല, വെറുതെ നമ്മുടെ സമയം പോകുന്നല്ലാതെ വേറൊരു കാര്യമില്ല. പിന്നെ റണ്ണിങ് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെത്തിയ നേരം 12:30-1 മണിക്കായി. അപ്പോൾ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ. സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരത്തെ അവിടെ പറഞ്ഞില്ലേ. ഞാൻ മെക്കാനിക്കൽ ഭാഗം ഈ വണ്ടിയുടെ എഞ്ചിനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മെക്കാനിക്കൽ ഏരിയയിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത. ഓക്കെ. പിന്നെ ശ്രുതി എന്ന് പറഞ്ഞാൽ മാഡ്ജിങ് ഉണ്ടല്ലോ, ആ ഒരു എഴുത്ത് അത് ഒരു കുറച്ച് നല്ല സെറ്റായിരിക്കുന്നുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാറ്ററി ബോക്സാണ് ഈ കാണുന്നത്. പിന്നെ ടൂൾസിൻ്റെ ബോക്സാണ് ഈ ഇരിക്കുന്ന ഒരു ഭാഗം, ടൂൾസിൻ്റെ ബോക്സ്, സ്പെയർ വീൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കണത്. ഇതൊക്കെ ലഗേജിൻ്റെ ഏരിയയാണ്, ഇത് ലഗേജ് ബോക്സാണ് ഇതിൻ്റെ ഉള്ളൊക്കെ. നമ്മൾ പഴയ ഒരു വീഡിയോ ഐസർ ഇതിൻ്റെ ചെയ്ത സമയത്ത് നമ്മളിത് പാർസാധ്യമാണ് ചെയ്തപ്പോൾ നമ്മൾ കാട്ടിയിട്ടുണ്ട്, തുറന്ന് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണിച്ച് വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വണ്ടി പ്രൊഫൈലും കാഴ്ചകളൊക്കെ എങ്ങനെയാണ്, നന്നായിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് തന്നെ കിടക്കാം. അവിടെ തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാൻ പറയാനായിട്ട്. നമ്മുടെ ഡോറിൻ്റെ സൈഡ് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഉണ്ടോ, എയർ ഡോറ്, ഇത് പുറത്തുനിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. ഇവിടെ ഒരു ബോഡി ലൈറ്റ്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ ഇതുപോലെ ബോഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ കയറുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ ഒരു സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമാണ്. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബസ് എന്നല്ല, ബസ്, ലോറി, എന്ത് വണ്ടിയാണെങ്കിലും അതിന് ബ്ലൈൻഡ് സ്പോട്ട് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ബ്ലൈൻഡ് സ്പോട്ടിൽ അപകടങ്ങളൊക്കെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണതിനെക്കുറിച്ചൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ നല്ല അടിപൊളി, നല്ല സെറ്റായിട്ട് നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓടി കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. AC ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടാണ് നമ്മുടെ ചെട്ടിക്കുളങ്ങരയല്ല, കേരളം മൊത്തം ചൂടാണല്ലോ. അപ്പോൾ AC ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ AC ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവും. AC ഇടാതെ നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര ചൂടാണ് പുറത്ത്. ഞാൻ എടുക്കുന്നത് 10-12 നേരത്തൊക്കെയാണ്, പറയാലോ, നല്ല ചൂടാണ്. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറി ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ശ്രുതി ട്രാവൽസ് എന്ന് പറഞ്ഞൊരു തീമിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ സീറ്റിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ടുള്ള അവരുടെ പ്രകാശിൻ്റെ റെക്സിൻ്റെ മോഡൽ അറിയാമല്ലോ, അതാണ് ഇതിൽ വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത് സ്ഥിരമാണ്. അതിൻ്റെ മുകളിൽ സീറ്റ് കവറ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ഗുമ്മ വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ചെട്ടിക്കുളങ്ങര, മാവേലിക്കര, ആലപ്പുഴ, കൊല്ലം ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് വിളിച്ച് ട്രിപ്പ് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓട്ടൊക്കെ വിളിച്ച് സെറ്റായിട്ട് എൻജോയ് ചെയ്ത് പോവുക. വലിയൊരു TV കാണാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ്, പണ്ട് ഇവിടെ ഈ റിവോൾവിങ് എന്താ കറങ്ങുന്ന ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിലൊരു ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്, ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകാശം കൊടുക്കുന്ന ആ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ കുറച്ചുകൂടി നല്ല ബ്ലൂ സ്റ്റാറിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മൾ മേടിച്ച് കൊടുക്കുന്നതല്ലേ ഈ പ്രകാശിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഫ്രിഡ്ജും സെലക്ട് ചെയ്യും. അത് കൂളർ, അതിൽ കോൾഡ്, ഹോട്ട് എന്നുകൊണ്ട് സാധനങ്ങളൊക്കെ നമുക്കൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതിൽ വെള്ളം കയറ്റി വയ്ക്കും. ബ്ലൂ സ്റ്റാറിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. ബ്ലൂ സ്റ്റാർ നല്ല ഒരു കമ്പനിയാണല്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പെട്ടി സീറ്റ് പോലൊരു സംഭവം ഉണ്ട്, മുകളിൽ കയറിയിരിക്കാം. ഇതിൻ്റെ അടിയിൽ കാര്യങ്ങളൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണിത്. പിന്നെ ഓവറോൾ ഇൻറ്റീരിയർ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, സ്ഥിരം നമ്മൾ പറഞ്ഞു വന്ന് ചില ആൾക്കാർ പറഞ്ഞു ടൂറിസ്റ്റ് ബസ് വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണം നമുക്ക് കൂടുതൽ പറയാനായിട്ട്. പണ്ട് കാലത്തൊക്കെ വെച്ചാൽ കളറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ലൈറ്റ് കുറേ ചെയ്തൊക്കെ പറയായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലല്ലോ. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വെറുപ്പിച്ച് നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കണില്ല. ഈറ്റ്സിൻ്റെ, ഇൻഹിബിറ്റിൻ്റെ, സ്റ്റാർട്ടിൻ്റെ അങ്ങനെയുള്ള സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ മറ്റേ
എന്താ പറയുക എഞ്ചിൻ ബ്രേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. പഴയ വീഡിയോ കണ്ടാൽ മതി കൂടുതൽ അറിയണമെങ്കിൽ. നമ്മൾ പറഞ്ഞ് വീണ്ടും സമയം കളയേണ്ട വിചാരിച്ചിട്ടാണ് അതൊന്നും നമുക്ക് കിടക്കാത്ത. ചെറിയൊരു കുഞ്ഞൊരു മറ്റേ ഇത് ശരിക്കും ലൈലിൻ്റെ കമ്പനി വരുമ്പോഴുള്ള മറ്റേ സാധനമില്ലേ ചൂരല് പോലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സീറ്റ് ഇതാണ് കേട്ടോ. നമ്മളെ ഇപ്പോൾ എയർ സീറ്റൊക്കെ ആക്കുന്നുണ്ട്, പക്ഷേ അതിലും നല്ലത് ഇങ്ങനത്തെ സീറ്റാണ്. ഇത് ലോങ് ഡ്രൈവിന് ഇത് പറ്റിയതാണ്. അതാണ് ഈ സീറ്റിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ സീറ്റ് മാറ്റായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് ഈ വണ്ടിക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട്, ഈ വണ്ടി നല്ല കേട്ടോ ബ്ലൈൻഡ് സ്പോട്ട് എന്ന സാധനമുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാവും. ബസ്സിൻ്റെ എപ്പോഴും പ്രത്യേകത ഉണ്ടല്ലേ അടിയിൽ കൂടെ. അതുകൊണ്ടാണ് ആരെങ്കിലും ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഫ്രണ്ടിൽ കൂടെ കിടക്കരുത് എന്ന് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇത്തിരി അടിയിലേക്ക് പെട്ടെന്ന് അകലേന്ന് കാണാം, പക്ഷേ അടുത്തുനിന്ന് നമുക്ക് ഈ ആരും നടന്നു പോകുന്നത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കിടക്കില്ല കേട്ടോ. അത് ബ്ലൈൻഡ് സ്പോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മിററിൻ്റെ ഈ ഭാഗം കണ്ട ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ചില സമയത്ത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇവിടെയുണ്ട്. ഒരു വണ്ടി ഇവിടുന്ന് കടന്നു പോകുമ്പോൾ പകുതി നമുക്ക് അതിൽ നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്നൊരു കൂടെ പറഞ്ഞു മാത്രം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ അപകടങ്ങളൊക്കെ കൂടുതൽ കാണാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ചെട്ടിക്കുളങ്ങര നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ കാണാണ്. ഞാൻ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ സ്ഥിരമായിട്ട് വന്ന് ചെട്ടിക്കുളങ്ങര ഭരണിക്കൊക്കെ വന്ന് തൊഴാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ചെട്ടിക്കുളങ്ങര അമ്മേനെ ഭയങ്കര ഒരു അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ആ അമ്മയുടെ തിരുസന്നിധിയിൽ ചിലപ്പോൾ അമ്മയായിട്ട് തന്നെ വരുത്തിയതായിരിക്കും ഈ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ മാവേലിക്കര ചെട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ ആ ചെട്ടിക്കുളങ്ങര ഭഗവതര ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാട്ടുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് ഇപ്പോൾ ഇത് വോൾവോ മോഡൽ ക്യാബ് എന്നൊക്കെ പറയുക ഈ ഒരു ഇങ്ങനത്തെ ഒരു കൺസോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നന്നായിരിക്കും, നല്ല ഒതുക്കുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ചില വണ്ടിക്കൊക്കെ ഇപ്പോൾ ഇത് വേറെ റെക്സിനും കാര്യങ്ങളൊക്കെ അടിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ വൃത്തികേടാക്കാറുണ്ട്. ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ലൈലൻ്റ് പ്രകാശ് പണിത് ഇറങ്ങിയ പോലെ തന്നെയാണ് വെച്ചേക്കണത്. ഇത്രയ്ക്കിനെ വേണ്ടു ശരിക്കും. പിന്നെ ഒന്നുമില്ല കാര്യമായിട്ട് വേറെ ഒന്നും അലമ്പായിട്ടൊന്നും ചെയ്ത് വെച്ചിട്ടില്ല വണ്ടിയിൽ. എല്ലാം അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. സംഗീത ഓഡിയോസ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സംഗീത ഓഡിയോസ് ആയിരിക്കും ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അത്യാവശ്യം സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പോകണമെങ്കിൽ ഈ വണ്ടി വിളിച്ച് മതി. സോണിയുടെ ആമ്പുകൾ കണ്ടിരിക്കുന്നത് എക്സ്പോർഡിൻ്റെ സോണി എക്സ്പോർഡ് ഇതാക്കിയിട്ടുള്ളൂ അല്ലേ. മൂന്ന് ആമ്പുകൾ ഇവിടെ കാണാണ്ട്. പിന്നെ 4 ആമ്പ് ഇത് ഇവിടെ വേറെ ഒന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ. പിന്നെ താഴെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ സാധാരണ ഇവിടെ എന്താ ഒരു ഇത്ര ഗ്യാപ്പ് വരാറില്ല. ഇവിടെ എന്തെങ്കിലും വേറെ അഡീഷണൽ നമ്മൾ ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ല. ഇവിടെ ഒരു ഗ്യാപ്പ് ആയിട്ടിരിക്കേണ്ടത് അപ്പോൾ നല്ലതാണ്. നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടിരിക്കില്ലല്ലോ. ഇരിക്കുന്ന ഭാഗം ഈ പില്ലോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് തീമിലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നന്നായിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഒതുക്കമുള്ള നല്ലൊരു ടൂറിസ്റ്റ് ബസ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. വേറെ ഒന്നും ഇനി കൂടുതലിട്ട് പറഞ്ഞ് വെറുപ്പിക്കൊന്നും വേണ്ട അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞില്ല അവിടെ ഒരു ഇതൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഒരു ചെറിയൊരു ഒരു സീറ്റ് ഉണ്ട്, അവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫാനുണ്ട്. പിന്നെ ലൈറ്റ്സുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ വെൻറ്റുകൾ. പിന്നെ ക്യാബിനിലും AC പ്രൊവൈഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അത് ക്യാബിനും AC ആണ്, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ അവിടെ ഒരു മിറർ, സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ലൈറ്റ്, സ്പീക്കേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അതായത് ഓവറോൾ നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വേനൽക്കാലത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ ശ്രുതിയുടെ ഡ്രൈവർ ചേട്ടൻ. എന്താ ചേട്ടൻ്റെ പേര്? ഗിരീഷ് അല്ലേ. എത്ര വർഷമായി വണ്ടി ഓടിക്കണത് ഇവരുടെ? 2 ഓടിക്കുന്നുണ്ടല്ലേ. ഓക്കെ. അന്നപൂർണേശ്വരി അല്ലേ? അതാ ഇതൊക്കെ ആയിരുന്നല്ലേ പഴയ പേരുകളൊക്കെ. പിന്നെ പേര് മാറ്റി അല്ലേ? അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ? ഇട്ടതാണല്ലേ. ഓക്കെ. ഇവിടെ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അമ്പലത്തിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പോൾ ആളാണ് ഇതിൻ്റെ ഡ്രൈവർ ചേട്ടൻ. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ ഓണർ ചേട്ടനെ അപ്പുറത്തുണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ആള് വേണ്ടാന്ന് പറഞ്ഞ പോലെ. ഇവിടെ ചേട്ടനെ കാണിക്കണോ? എൻ്റെ ആൾക്ക് ഒരേ മടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു എന്താ ചേട്ടൻ്റെ പേര്? കൃഷ്ണകുമാർ. അദ്ദേഹം ഇതിൻ്റെ കെയർ ടേക്കർ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഓട്ടം കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രുതി ട്രാവൽസ് പുതിയ BS6 വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ എക്സ്പീരിയൻസ് കൂടി നമുക്കൊന്ന് അറിയാം. ഓക്കെ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറട്ടെ കേട്ടോ.
ഇപ്പൊ നമ്മൾ കുറച്ച് വണ്ടി ചെയ്തിട്ട് കുറച്ച് ആയില്ലേ ടൂറിസ്റ്റ് ബസ്. അല്ല IC അല്ലേ ലാസ്റ്റ്. സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ബെൽറ്റ് കിട്ടില്ല അല്ലേ? അപ്പളേ എന്നാ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം ചെറ്റക്കുളങ്ങര നമ്മുടെ തിരുസന്നയിൽ നിന്ന്. സീറ്റ് ബെൽറ്റ് അവരിങ്ങനെ കുടുങ്ങിയിട്ട് നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചു. വണ്ടി വരണ്ട. സൈലന്റ് എന്തായാലും ഒരു വികാരമാണ്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രുതി ട്രാവൽസ് ഓടിച്ചു നോക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് വേർത്ത് വിളിച്ചിട്ടായിരിക്കുന്നത്. കുറെ ചേട്ടന്മാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചെറ്റക്കുളങ്ങര ഭരണിക്കും ഒക്കെ വരുമ്പോൾ ഇവിടെ ആളായല്ലോ. അതിന് മുന്നേ പാർസാഗര വീട് ചെയ്തപ്പോൾ അവിടെ ആറന്മുളയിലും ആളായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മറ്റേതില്ലേ എന്താ നമ്മുടെ ഈ റോഡ് എവിടേക്ക് പോണതാ? തിരുവല്ല പോണ റോഡാ. തിരുവല്ലാന്ന് കിട്ടിയില്ല. തിരുവല്ല പോണ റോഡാത്. വണ്ടി നല്ല സുഖമാണ് ഓടിയാൽ. ഐലൻഡ് എപ്പോഴും നല്ലൊരു ഫീലാണ്. ഫീൽ ഗുഡ് വണ്ടിയാണ്. ഇതിൽ AC പറഞ്ഞ ഓപ്ഷനുള്ള കാരണം പിന്നെ അധികം ചൂട് കാര്യങ്ങളൊന്നും തന്നെ ഉള്ളിലേക്ക് എടുക്കില്ല. അതെ അതെ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, വരല്ല. നമ്മളത് AC കിട്ടിട്ടില്ല. AC കിട്ടണമെങ്കിൽ ഇതില് ക്ലസ്റ്ററിലൊക്കെ ഇതിന്റെ സുഖമാണ് അല്ലെ. ഏത് ഗിയറിലാണ് പോണേന്നൊക്കെ കാണിക്കും. അതൊക്കെയാണ് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത. ശരിക്കും നമുക്ക് ഈ വണ്ടി അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ടതായിരുന്നു. അന്ന് കോതമംഗലത്ത് വന്നപ്പോൾ എടുക്കാൻ വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഇന്നലെ കൊച്ചി വന്നെ നപ്പം എടുക്കാൻ വിചാരിച്ചു. അതൊന്നും നടന്നില്ല. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഇതിലിപ്പോ റിവ്യൂല് കൂടുതലിപ്പോ വണ്ടിയെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ജസ്റ്റ് നമ്മൾ ഓടിച്ചു നോക്ക് നമ്മുടെ ശൈലില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഐലൻഡ് എന്തായാലും എത്ര ഓടിച്ചാലും മതിയാവില്ല. അതാണ് അതിന്റെ ഐലൻഡിന്റെ ഒരു ഗുണം. നമുക്ക് ഈ ഇരിക്കുന്ന ഒരു സീറ്റൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു കമാൻഡിങ് പവറിലൊരു സീറ്റാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ്. ബസ് പോട്ടെ. റൂട്ട് ബസ്സുകാർക്ക് പിന്നെ കനയില്ലാത്ത കൂടിയാണ്. അത് എങ്ങനെയും കൊണ്ടുപോയി ചാച്ചും അടിച്ചും ഓടിക്കാം. വിഷയമില്ല. അതുപോലെ ഓടിക്കാൻ പറ്റില്ലല്ലോ. നിലമ്പതികൾ കുറച്ചുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് എടുക്കാൻ. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോളൂ അവിടെ ചേട്ടാ. നമ്മുടെ ചേട്ടന്മാരെ എടുത്ത് തരണേ. ശരിയാ, ഇവർക്ക് അങ്ങനെ എടുക്കാറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് വേറെ എടുക്കാൻ ആൾക്കാരൊന്നും ഇല്ല. വരണ സമയത്ത് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ശ്രുതി ട്രാവൽസിന് എല്ലാവിധ ആശംസകളും. നമ്മളെ വീഡിയോ ചെയ്തിട്ട് വേണ്ടവർക്കൊന്നും ഓട്ടം കിട്ടാൻ. അല്ലാതെ തന്നെ 10-35 വർഷമായിട്ട് സർവീസ് നടത്തുന്ന ആൾക്കാരാണ്. 35 വർഷം അല്ലേ? നമ്മുടെ ഗൾഫിലുള്ള ചേട്ടന്റെ പേരെന്താ? അനന്തു ബ്രദറാണ്. നമുക്ക് സിദ്ധാർത്ഥ അല്ലേ? ഓക്കെ. സിദ്ധാർത്ഥ അവരാണ് എനിക്ക് വണ്ടിയുടെ ഇങ്ങനെ ചോദിച്ചപ്പോ അവര് തീർച്ചയായിട്ടും വന്ന് വീഡിയോ എടുക്കണം ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ ഫുൾ സപ്പോർട്ടായിരുന്നു അവര്. അപ്പൊ ആ രണ്ടുപേര് അനന്തു അല്ലേ?
സിദ്ധാർത്ഥ ബ്രദറിന്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് പറയണ ഈ നേരത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താ? ആളതിൽ കാണിക്കണം വിചാരിച്ചു, പിന്നെ ആള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ നാരായണ കുമ്പ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആളുടെ താങ്ക്സ് പറയാണ്. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഒരുപാട് ഓടിച്ച് ബുദ്ധിമുട്ടിക്കണില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വണ്ടി ഒതുക്കി നിർത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് വണ്ടി മച്ചാൻ കുറേ ദൂരം ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും, മനസ്സിലായില്ലേ? അത് നമ്മളൊരു ശീലമാണ്. കാരണം വെച്ചാൽ എത്ര ഓടിച്ചാലും മതിയാവില്ല, എസ്പെഷ്യലി ലൈലൻഡ് ആവുമ്പോൾ. ഏത് കീഴിലിങ്ങനെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതൊക്കെയാണ് ഈ ലൈലൻഡിൽ പോകുന്നത്. അപ്പം മാവേലിക്കര അവിടെ നിന്ന് പോകുന്നു. കുറച്ച് മാവേലിക്കര പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ എനിക്ക് ഇനി ഇവിടുന്ന് വണ്ടി കയറി എനിക്ക് തിരിച്ചു പോകണം. ഇവിടെ വേറെ ബസ്സും കിടക്കണ്ടല്ലോ, തേജസ് അല്ലേ? നമ്മളെല്ലാം വണ്ടിനെയും കാണിക്കണം. അതെന്താ ലൈലൻഡിന്റെ ആണോ? സെയിം ആണല്ലേ? അതെ അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും അല്ലേ? ചെങ്ങന്നൂര്, മാങ്ങൂർ, മാവേലിക്കര, പന്തളൊക്കെ പോണ വഴിയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രുതി ട്രാവൽസിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ച് സപ്പോർട്ട് ചെയ്യുക. ഈ മാവേലിക്കര, കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഓട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല വണ്ടിയാണ്, സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മൂടുള്ള വണ്ടിയാണ്. സംഗീത ഓഡിയോസ്. അതെ ചേട്ടൻ പറയായിരുന്നു. നല്ല എനിക്ക് നല്ല ഇഷ്ടമായി വണ്ടി. നല്ല ഒതുക്കി നിർത്താൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് ഇടാം, ക്യാമറ പിടിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കുഞ്ഞു വീഡിയോ ആണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചിട്ട് ഒന്ന് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ വരാതിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.